വടക്കൻ കേരളത്തിൽ മാത്രമല്ല തെക്കൻ കേരളത്തിലേക്കും തങ്ങളുടെ വേര് ആഴത്തിലേക്ക് ഇറക്കുക എന്ന ധാരണയിൽ മുൻപോട്ടെത്തിയിരിക്കുകയാണ് ബി ജെ പിയെ സംബന്ധിച്ച് തെക്കൻ കേരളത്തിൽ കൂടി സജീവമാവേണ്ട ഒരു ആവശ്യകതയുണ്ട്. തെക്കൻ കേരളത്തിൽ BJP A+ മണ്ഡലമായി കരുതിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം അത് തിരുവനന്തപുരം മണ്ഡലം മാത്രമാണ്. അതല്ലാത്ത കൊല്ലത്തോ ആലപ്പുഴയിലോ പത്തനംതിട്ടയിലും അങ്ങനെ വലിയ സ്വാധീനമൊന്നും BJPക്ക് ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടില്ല. ശബരിമല വിഷയത്തിൽ പത്തനംതിട്ടയിൽ കത്തിച്ചൊലിക്കുവാൻ കഴിയുമെന്നായിരുന്നു BJPയുടെ ധാരണ. എന്നാൽ അത്തരത്തിലൊരു മുന്നേറ്റം പത്തനംതിട്ടയിൽ BJPക്ക് ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വരുമ്പോൾ തെക്കൻ കേരളത്തിൽ BJPക്ക് സ്വാധീനമേറെയുള്ള ഒറ്റ ജില്ലയേ ഉള്ളൂ, അത് തിരുവനന്തപുരം ജില്ലയാണ്. തിരുവനന്തപുരം ജില്ലയിൽ സ്വാധീനം വർദ്ധിപ്പിക്കുക, കഴിയുന്നത്ര സീറ്റുകൾ പിടിച്ചെടുക്കുക എന്ന ആവശ്യത്തോടു കൂടി BJP ഒരു ഭാഗത്ത് നിൽക്കുന്നു. കൂടാതെ കഴിയുന്നത്ര സീറ്റുകളിൽ തിരുവനന്തപുരം പോലെയുള്ള ജില്ല അടക്കി ഭരിക്കുന്ന പാർട്ടി മാത്രമേ സംസ്ഥാനം ഭരിക്കൂ എന്നൊരു ഖ്യാതി കാര്യമായ രീതിയിൽ രാഷ്ട്രീയ കേരളത്തിലുണ്ട്. അതുകൊണ്ട് തിരുവനന്തപുരം അടക്കമുള്ള തെക്കൻ കേരളം പിടിച്ചെടുക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. അതുകൊണ്ട് കോൺഗ്രസും ശക്തമായ രീതിയിൽ മുൻപന്തിയിലെത്തും. അതിൻ്റെ ഭാഗമായി തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കമുള്ള ചില പ്രധാനപ്പെട്ട ഇടങ്ങൾ കോൺഗ്രസിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് സജീവമായി മുൻനിരയിലേക്ക് എത്തുന്നത്. അവിടെ പ്രാദേശിക തലത്തിൽ നടത്തിയ സർവേകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ആലപ്പുഴയിൽ ആകെയുള്ള 9 നിയമസഭാ മണ്ഡലങ്ങളിൽ 5 LDFനും 3 UDFനും ഒരിടത്ത് BJPക്കും വിജയിക്കുവാൻ സാധിക്കുമെന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ട് എന്ന കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. അതായത് BJPയെ സംബന്ധിച്ച കായംകുളം മണ്ഡലമാണ് ആ പറയുന്ന മണ്ഡലം. കായംകുളത്ത് വലിയ സാധ്യത BJPക്കുണ്ട്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രനിലൂടെ ധാരാളം വോട്ട് വർധന ഉണ്ടാക്കിയ ഒരു മണ്ഡലമാണ് കായംകുളം മണ്ഡലം. അതുകൊണ്ട് കായംകുളം മണ്ഡലം നിലവിൽ LDFിൻ്റെതാണ്. അവിടെ യു പ്രതിഭാഹരി വിജയിച്ച് നിൽക്കുന്ന മണ്ഡലം. അവിടെ യു പ്രതിഭാഹരിക്കെതിരെ വലിയ ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പകരമായി അവിടെ ശോഭാ സുരേന്ദ്രൻ BJPയുടെ സ്ഥാനാർത്ഥിയെ മത്സരിച്ച് വിജയിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഒപ്പീനിയൻ പോളിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. മറ്റൊന്ന് പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിൽ ആകെയുള്ള 5 നിയമസഭാ മണ്ഡലങ്ങളിൽ 4 UDFും 1 LDFും വിജയിക്കും എന്നുള്ളതാണ് പറയുന്നത്. അവിടെ ആറന്മുള LDFിന് നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. ആറന്മുള കോൺഗ്രസ് ശക്തമായ രീതിയിൽ തന്നെ നേടിയെടുക്കുവാനുള്ള എല്ലാ മുന്നേറ്റങ്ങളും നടത്തിയിട്ടുണ്ട്. അവിടെ നിലവിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഉപാധ്യക്ഷനായിട്ടുള്ള അബിൻ വർക്കിയോ അതല്ല എങ്കിൽ അച്ചൂമനെ പോലെയുള്ള സ്ഥാനാർത്ഥികൾ മത്സരിക്കുവാനുള്ള സാധ്യത ഏറെയുള്ളൊരു മണ്ഡലമാണ് പത്തനംതിട്ടയിലെ ആറന്മുള മണ്ഡലം. ആ ആറന്മുള മണ്ഡലം LDFിന് നഷ്ടപ്പെടും. ഇപ്പോൾ ഇവിടെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ടുള്ള വീണ ജോർജാണ് MLA ആയി നിൽക്കുന്നത്. അവർ പരാജയപ്പെടുവാനുള്ള സാധ്യത ഏറെയുണ്ട്. അവർക്കെതിരെ വലിയ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടക്കുന്ന ആശാവർക്കർമാരുടെ ആരോപണങ്ങൾ അടക്കമെല്ലാം അവർക്കെതിരെ വലിയ തിരിച്ചടികളായി നിൽക്കുകയാണ്. മറ്റൊന്ന് കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ലയിൽ ആകെയുള്ള 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 8 LDFും 3 UDFും വിജയിക്കുമെന്നുള്ളതാണ് ഒപ്പീനിയൻ പോളിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതിൽ ചാത്തന്നൂർ UDFിലേക്ക് പോകുമെന്ന് പല സർവേകളിൽ കണ്ടു. പക്ഷേ ചാത്തന്നൂർ അങ്ങനെ പോകാനുള്ള സാധ്യത കാണുന്നില്ല. ചാത്തന്നൂർ ഇപ്പോഴും LDFിന് അനുകൂലമായൊരിടം തന്നെയാണ്. പക്ഷേ കൊല്ലം മണ്ഡലം കോൺഗ്രസിലേക്ക് മാറുവാൻ UDFിലേക്ക് പോകാനുള്ള സാധ്യത ഏറെയാണ്. അവിടെ മുകേഷ് എന്ന MLAക്കെതിരെ രൂക്ഷമായ ആരോപണങ്ങളുണ്ട്. അദ്ദേഹത്തിനെതിരെ പീഡന ആരോപണങ്ങളുണ്ട്. അങ്ങനെ വലിയ ആരോപണങ്ങൾക്ക് നടുവിൽ നിൽക്കുന്ന മുകേഷ് അവിടെ പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. അവിടെ UDFിന് സ്വാധീനം കൂടാനുള്ള സാധ്യതയുണ്ട്. പല ഉൾപാർട്ടി പ്രശ്നങ്ങളും അതിനോടൊപ്പം തന്നെ പ്രാദേശിക തലത്തിലുള്ള പല പ്രശ്നങ്ങളും അലയടിച്ച് നിൽക്കുന്നൊരിടമാണ് കൊല്ലം. കശുവണ്ടി തൊഴിലാളികളുടെ പ്രശ്നങ്ങളടക്കം നിരവധി പ്രശ്നങ്ങൾ അവിടെ ചർച്ചയാകുന്നൊരു മണ്ഡലമാണ്. ആ കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ സാധ്യത ഏറെയുണ്ട് UDFിന്. മറ്റൊന്ന് തലസ്ഥാനമാണ്. തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് 14 മണ്ഡലങ്ങളുണ്ട്. അതിൽ 8 LDF, 5 UDF, 1 NDA. നിയമമണ്ഡലം പിടിക്കുവാൻ BJPക്ക് സാധിക്കുമെന്നുള്ളതാണ് ഒപ്പീനിയൻ പോളിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അവിടെ അരുവിക്കരയും കോവളവും നെടുമങ്ങാടും മണ്ഡലങ്ങൾ കോൺഗ്രസ് പിടിച്ചെടുക്കും. GRNൽ നഷ്ടപ്പെടാൻ പോകുന്ന ഒരു മണ്ഡലം കൂടിയാണ് അതെന്ന കണക്കുകൂട്ടൽ പുറത്തു വരുന്നുണ്ട്. ഒപ്പീനിയൻ പോൾ മനസ്സിലാക്കുമ്പോൾ ഒപ്പീനിയൻ പോളിൻ്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ കോൺഗ്രസിന് അനുകൂലമായ ഒരു മുന്നേറ്റം തലസ്ഥാനത്തുണ്ടാകും. കൊല്ലത്തും പത്തനംതിട്ടയിലും ആലപ്പുഴയിലുമെല്ലാം LDFിന്, തിരുവനന്തപുരത്തും എല്ലാം LDFിന് ഒരു മുന്നേറ്റമുണ്ട്. അതായത് തെക്കൻ കേരളം UDF പിടിച്ചെടുക്കും. കോൺഗ്രസിന് നേരിയ മുന്നേറ്റമോടെ ഉണ്ടാക്കുവാൻ സാധിക്കും. BJP ചില ഇടങ്ങളിൽ അക്കൗണ്ട് തുറക്കുന്നത് ആലപ്പുഴയും തിരുവനന്തപുരവുമാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഒപ്പീനിയൻ പോളിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതായത് തെക്കൻ കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിൽ 23 LDFും 15 UDFും 1 BJPയും വരും എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്.